ആ അന്നാമ്മയുടെ മനസ്സൊന്ന് ഇളക്കിയെടുക്കാൻ വലിയ പാടാ. ഓരോ പ്രാവശ്യം പിണങ്ങിപ്പോകുമ്പോഴും അവളുടെ വാശി കൂടിക്കൂടി വരിക. ആ ബാലപ്പൻ അവന്റെ സകല ബുദ്ധി ഉപയോഗിച്ച അന്നാമ്മയുടെ മനസ്സ് മാറ്റി തിരിച്ചു പിടിച്ചോണ്ട് വരുന്നത്. ഇത്രയും കാലം കൂടെ താമസിച്ച എനിക്ക് അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതാ സത്യം. എന്റെ ഇച്ചായൻ ഇത്രയും പാവായി പോയല്ലോ. അല്ല, ഇച്ചായൻ ഇന്ന് എന്താ കഴിച്ചത്? ഓ, കഴിച്ചാലൊന്നും ഇറങ്ങത്തില്ല. ദേ, ഇച്ചായൻ ഇങ്ങനെ നിർബന്ധം പിടിക്കരുത്. ഇന്ന് നമുക്ക് പുറത്ത് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അല്പം വിശ്രമിച്ച് വൈകുന്നേരം സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങി ഇച്ചായൻ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പൊ എല്ലാം ശരിയാവും. ഞാനിപ്പോ വരാം. ഡ്രസ് ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. കാലവല്ലോ കൊണ്ട അതല്ല, ഇങ്ങനെ വേണം. അങ്ങനെ വേണം. നോക്കട്ടെ. ഇതാണ് എന്റെ സ്റ്റൈല്. നിന്റെ സ്റ്റൈല് നേരെ അങ്ങോട്ട് കയറിയാ പോലെ വലിച്ചടക്കുന്നത്. നീ എന്തുവാ കാണിക്കുന്നത്? അതോട്ട് കയറണ്ടേ? നമ്മൾ ഇവിടെ വന്നത് പെണ്ണ് കാണാനല്ല, കുറ്റാന്വേഷണത്തിനാണ്. ചാടിക്കോ. അതിന് മുട്ടിലെ തൊലി പോവരുത്. നീ കയറി എളുപ്പം. ആരെങ്കിലും ഒക്കെ ഉണ്ടാ നടക്കി നോക്കിക്കോ. നീ മിണ്ടാവാ. എന്തോന്ന് ഇവിടെ ഇത് ചാക്കോച്ചന്റെ കാറല്ലേ? അവിടെ ആള് നിൽക്കുന്നു. ഉള്ളത് തന്നെ. അയാൾക്ക് എന്തോന്ന് ഇവിടെ കാര്യം? എന്നാലും ചാക്കോച്ച, നിങ്ങൾ ആള് കൊള്ളാല്ലേ. എവിടെ ചാക്കോച്ച? എവിടെ ചാക്കോച്ച? നിങ്ങൾ പറഞ്ഞതാ ചാക്കോച്ച? ആത്മകഥ പറഞ്ഞ. ഓ, നിങ്ങൾ അയാളുടെ ആളാണല്ലോ. ഞാൻ അനീതി കണ്ടാലേ മുഖം നോക്കാതെ എതിർക്കും. അതാണ് AKCP നിന്ന് ബാലപ്പം പഠിച്ച പാഠം. അണ്ണ, നിങ്ങൾ ഇനി AKCP എന്ന് പറഞ്ഞാൽ ഞാൻ കളഞ്ഞിട്ടൊക്കെ പോവേ. അതെന്റെ പാർട്ടിയുടെ പേര് പറഞ്ഞപ്പോ നിനക്കൊരു പുച്ഛം. അനാവശ്യ സന്ദർഭങ്ങളിലുള്ള നിങ്ങളെ AKCP എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, അതെനിക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു അന്തർദേശീയ കൊള്ളക്കാരിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ AKCPക്ക് യാതൊരു പ്രസക്തിയില്ല. യു അണ്ടർസ്റ്റാൻഡ്? എന്നാലും പറയില്ലെന്ന്. അങ്ങനെ വേണ്ട. ഇനി അങ്ങനെ പറയൂലെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നല്ല കുട്ടിയായിട്ട് എന്റെ കൂടെ വരണം. ഫോളോ മീ. നിങ്ങൾ വരില്ലേ? ഞാൻ വരുന്നില്ല. നീ പോ. AKCP എന്ന് പറയുമ്പോ ഇവിടെ മാന്താതാ വരുന്നത്. എന്തുവാ? എന്ത് കണ്ട? അയ്യോ ചാക്കോ സാറാ. കണ്ട? ചാക്കോച്ചനല്ലേ ഇരിക്കുന്നത്? അന്നമ്മ ചേട്ടത്തി കൂടെ കൂടെ പിണങ്ങി പോകുന്നതിന്റെ കാരണം ഇപ്പോഴല്ലേ പിടി കിട്ടിയത്? കൊള്ളാല്ല ഇയാള്. എന്നാലും ചാക്കോച്ചായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. അത് ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടാ. ചാക്കോച്ചനെ എന്ത് അതെന്തുവാ? ഓക്കെ, എന്തുവാ? 1 2 3. എന്ത് ചാടാതെ? ഞാൻ റെഡി ആയില്ല. നീ തന്നെയല്ലേ 1 2 3 പറഞ്ഞു. പിന്നെ ശരി, ഒന്നുകൂടെ. റെഡി 1 2 3. നടക്കുന്നു. പോക്കോ. ദോശ ആരോ പൊതിഞ്ഞിട്ടാണോ? അയ്യേ ഇതാരോ തിന്നിട്ട എച്ചില്. ഞാൻ വിചാരിച്ചു ഏതോ തെണ്ടിയായിരിക്കും. തെണ്ടിയല്ല, തൊണ്ടി. തൊണ്ടിക്ക് തൊണ്ടി. ഒന്ന് പിടിച്ചാണ്. എന്തിന്? അല്ല, അങ്ങോട്ട് കയറാൻ. നീ തന്നെയല്ലേ അങ്ങോട്ട് ചാടിയത്? ഒരു ആവേശത്തിൽ ചാടിയ. ഒരാവേശത്തിൽ ചാടിയ 10 ആവേശത്തിൽ തിരിച്ചു കയറാൻ പറ്റത്തില്ല. മനസ്സിലായ? പെണ്ണ് അങ്ങോട്ട് പിടിച്ചാണ്. അയ്യോ, ഞാൻ എങ്ങനെ അങ്ങോട്ട് ചാടിയത്? അങ്ങോട്ട് ചാടിയ ആവേശം അങ്ങോട്ട് കാണില്ല. ഓക്കെ. അതെ, ഇനി നീ ആവേശം കാണിക്കണ്ട. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടാ. ഫോളോ മീ. ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, അങ്ങോട്ട് ഫോളോ മീ. അങ്ങോട്ട് പോയാലും അവിടെ പോയി ചാക്കോച്ച പോകും. അമ്മേ, നിങ്ങൾ വരുമെന്ന് പറഞ്ഞല്ലേ? മനസ്സിലായില്ല. അതുകൊണ്ട് വാതിൽ തുറന്നിട്ടേക്ക്. കണ്ണിയും കുത്തി പിടിക്കും കേട്ടാ. കുനിഞ്ഞു പോടാ. ഇച്ചായൻ വാ. ഈ ഇച്ചായനെ കൊണ്ട് ഞാൻ തോറ്റു.
എന്തുവാ ഈ ആലോചിച്ചു കൂട്ടണേ? രക്ഷപ്പെടാനുള്ള വഴിയായിരിക്കും ആലോചിച്ച് കൂട്ടുന്നത്. ഇച്ചായൻ വാ. പോയി തന്നെ? ഓ ഓ, എവിടെ പോവായിരിക്കും? ആർക്കറിയാം, വാ നോക്കാം. ആ. ഏ? അയ്യോ പൂട്ടി, പൂട്ടിട്ട് പോയി. അയ്യോ, നമ്മളിനി എങ്ങനെയാ പുറത്തു പോകുന്നത്? ഇത് കൊള്ളാം. അവര് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ അവര് പുറത്തു പോവുകയും ചെയ്തു, നമ്മൾ അവത്താവുകയും ചെയ്തു. ഐഡിയ. ഈ ഗ്യാപ്പിൽ നമുക്ക് ഈ വീട് മുഴുവൻ അരിച്ചു പറക്കാം. എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. പിന്നെ അരിച്ചു പറക്കുന്നതൊക്കെ അരിച്ചു പറക്കുന്നതൊക്കെ നീ എന്തിനാ താഴ്ത്തി പറയുന്നേ? അവരൊക്കെ പൂട്ടിട്ട് പോയി. അരിച്ചു പറക്കണതൊക്കെ ഇത്ര ഒച്ച എടുക്കണോ? നാട്ടുകാരെ കൈയോടെ പിടിക്കും. അരിച്ചു പറക്കണതൊക്കെ പിന്നെ മനുഷ്യത വിശന്ന് ചാവണ്. ഞാൻ അടുക്കളയിട്ട് പോയിട്ട് വരട്ടെ. വാ. അതിങ്ങോട്ട് വൈ. അതിലിട്ട് പിടിക്കണ എന്തിന്? ഇതെടുത്തോട്ടെ. പരവേശം തന്നെ കേട്ടോ. എവിടെ ചെന്നാലും വല്ലവരുടെ സാധനം എടുത്ത് കഴിച്ചാലും. നാട്ടുകാർ കേൾക്കോടാ. തീർന്നല്ലേ? ഇതിവിടെ ഇരിക്കട്ടെ, അവര് വന്ന് പട്ടിണി കിടക്കണ്ട. വാ. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ക്യാമറ കാണും തന്നെ. ഞാൻ അന്നിവിടെ വന്നപ്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോ വിളികൾ കേട്ടതായിട്ട് ഓർമ്മയുണ്ട്. വാ, ആരും ഇല്ലാത്തല്ലേ, ഇച്ചിരി എ സിയിലൊക്കെ ഇരുന്ന്. ഞാൻ അന്ന് ഇവിടെയാണ് വന്നത്. പക്ഷെ ഇവിടെ കാട് പടലൊക്കെ പിടിച്ച് കിടക്കുന്നത് അത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക്. അമ്മാ ഡേ, എല്ലാവരുടെയും ജീവിതത്തിൽ ഓർക്കാൻ ഓരോ സംഭവമുണ്ട്. എനിക്ക് സെറ്റ് ചെയ്യാണപ്പോ ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയാം. എന്ത്? ഇവിടെ ഇരുത്തിയാണ് അവരെനിക്ക് മെമ്പർഷിപ്പ് തന്നത്. ഓ, ഇവിടെ ഈ സൈഡിൽ എന്ത് വില കൊടുത്താലും ഞാൻ വലിച്ചു കീറുവടേ. ഇവിടെ കിടക്കട്ടെ. ഇപ്പം ശില്പം. ആരുടെ ശില്പം എന്ന് വെച്ചാൽ ഇത് അവരുടെ ശില്പം. അതല്ല, ആരുടെ ആയാലും ശരി, പ്ലാസ്റ്റിക്. ടി വി ആണോ? കണക്ഷൻ ഇല്ല ഏട്ടാ. ഉണ്ടെങ്കിൽ കണ്ടേനെ. എന്തോന്ന് എടുക്കാൻ എന്തെങ്കിലും കേട്ടു. നീ ഇതെവിടെ വലിച്ചു കയറുന്നേ? ദാണ്ട ഇതിനകത്തൊക്കെ മറ്റേ കരകൗശലങ്ങൾ ഒരെണ്ണം തുറന്നു കിടക്കുന്നടേ. ദുബൈക്കാരിയുടെ ഡയറി കുറിപ്പടേ. ആമയിരിക്കണ ഏട്ടാ. ചിലപ്പോ അത് കടിക്കുവേ. പ്ലാസ്റ്റിക്കിലെ ആമ. ഞാൻ ഈ കോളനിയിൽ വന്നിട്ട് 2 ദിവസമായി. ആദ്യമായിട്ട് എന്റെ കൈയുടെ ചൂടറിഞ്ഞത് ബാലപ്പനും മണിയനുമാണ്. അയ്യോ, ഇവിടെ എത്തി തന്നെ. മണിയാ, എന്താ നീ വന്നേ. എന്നെ നിന്നെയൊക്കെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് എന്റെ കൈയുടെ ചൂടറിഞ്ഞത് ബാലപ്പനും മണിയനുമാണ്. ഓർമ്മണ്ട? അയാൾ ഇന്നലെയും വിളിച്ചിരുന്നു. ആര്? ചാക്കോച്ചനായിരിക്കും. നമ്മളിപ്പോ കണ്ടല്ലോ. അണ്ണാ, ഇതാണ് ക്ലൂ. എന്റെ ജീവിതത്തിൽ ചില അവരുടെ ജീവിതം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അകത്ത് കയറി അർമാദിക്കാം. ഇത് പെട്ടെന്ന് വാ, ഒരുപാട് മുറികൾ കയറി ഇറങ്ങാറുണ്ട്. പിന്നെ നമുക്ക് 4 ഓംലെറ്റ് കൂടെ ഉണ്ടാക്കിയാലേ. ദാണ്ട വാതില്. അത് ജനലാണ്, ചവിട്ടി പൊളിക്കല്ലേ. ജനലാണോ? വാ. പിന്നെ കുറച്ച് നാളുകൂടി വല്ലവന്റെ ചില ജീവിതം ഒന്ന് എൻജോയ് ചെയ്തത്. ഇതൊക്കെ അവർ പേർഷ്യ. ഞാൻ പറഞ്ഞു 18 ആംപ്ലേറ്റിൽ കൂടുതൽ തിന്നല്ല. അയ്യോ, ഒട്ടകം. ഇതിന് മഞ്ഞക്കുരു ഉണ്ടാ? മഞ്ഞക്കുരില്ല, മൊത്തം പച്ചക്കുരുവാ. ഒട്ടകത്തിന് പച്ചക്കുരു. അറബിക്കൂജ. അത് അറബിക് കൂജ അല്ല, അറബിക് ഇന്ത്യ. അവിടെ അത്യാവശ്യത്തിന് തുപ്പാനാ കൊള്ളാം. ഉണ്ടാൽ ക്ഷീണം തെണ്ടിക്ക് ഉണ്ടെന്നാണ്. കട്ടില് കണ്ട കുറച്ചു നേരം മയങ്ങ. ദാണ്ട ബാലപ്പന, നമ്മൾ ഉറങ്ങാൻ വേണ്ടി വന്നതല്ല, പിന്നെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. എന്തെങ്കിലും ക്ലൂ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ഇതെവിടെ കയറി പോകുന്നത്? ക്ലൂ എവിടെ കിടക്കണം വന്നാലേ കിട്ടത്തോളൂ. ഇവിടെ ചീട്ട് എവിടെ? പിന്നെ എന്റെ കുടുംബ വീടല്ലേ ചോദിക്കണ ചീട്ടെടുത്ത് തരാ. നിങ്ങൾ അങ്ങോട്ടാ കിടക്കി ഉറങ്ങിക്കളയല്ലേ, ഒന്ന് മയങ്ങേ പാടുള്ളൂ. ഇടയ്ക്ക് ഉറങ്ങിയാലും എന്നെ ഒന്ന് വിളിക്കണേ. അതൊക്കെ ഞാൻ വിളിക്കാം. അങ്ങോട്ട് നീ കട മോനെ കെട്ടി ചവിട്ടല്ലേ. എന്റെ കാലിന്റെ മേളിൽ നിന്ന് മാറും. കണ്ടവന്റെ വീട്ടിൽ കയറി നിരങ്ങിയതും പോരെ, എ സി ഉണ്ടെങ്കിലേ കിടക്കൂ രാജകുമാരൻ.
ചാക്കോ സാറും ഈ പണം തട്ടിപ്പ് സംഘത്തിലുള്ളതാണോ? മാന്യതയ്ക്കൊരു കുറവുമില്ല. ചുമ്മാതല്ല അനുഭവിച്ചെടുത്ത് പണയിപ്പോയി. ആ വനിതാ വേദിക്കാർ ഇവിടെ ഉണ്ടല്ലോ. ലീലാബേ, ഇവരെ വിളിച്ചോളൂ, അകത്തോട്ട് വാ. വരൂ. ഇരിക്കൂ. ആ, എന്താ നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ചാക്കോ സാറേ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഈ സ്ത്രീ ചാക്കോ സാറിന്റെ ആരാ? അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. ഞങ്ങൾ ഇന്ന് രാവിലെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാ വന്നത്. ആട്ടെ, നിങ്ങൾ എന്ത് വാർത്തയാ കണ്ടത്? ദുബായിൽ നിന്നും കോടികളുമായി ഒരു യുവതി മുങ്ങിയെന്ന്. ഇതാ സാറേ പത്രം. അതിനെന്താ? ഞങ്ങൾക്ക് ചിലരെ സംശയമുണ്ട്. ഈ കോളനി VIP കൊള്ളക, അല്ലാതെ കൊള്ളക്കാരികൾക്ക് താമസിക്കാനുള്ളതല്ല. അതിരിക്കട്ടെ, ആരായി കൊള്ളക്കാരി? അതറിയാനാ ഞങ്ങൾ വന്നത്. അതറിയാൻ ഈ വീട്ടിൽ എന്തിനാ വന്നേ? ഞങ്ങൾ ചാക്കോ സാറിനോട് സംസാരിക്കാനല്ല വന്നത്. ഈ വീട്ടിൽ ഞാൻ സംസാരിക്കും. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ഈ ഇരിക്കുന്നത് ആരാണെന്നറിയാവോ? ഇതെന്റെ പെങ്ങളാ, ലീലാമ്മ. പിന്നെ നിങ്ങളിപ്പോ വന്നിരിക്കുന്നത് എന്തിനാണെന്നും എനിക്കറിയാം. ഈ പത്രവാർത്ത കണ്ടിട്ടില്ലേ? പത്രം ഇപ്പൊ രാവിലെ മാത്രമല്ല, മധ്യാഹ്ന പത്രവും സായാഹ്ന പത്രവും ഒക്കെയുണ്ട്. രാവിലത്തെ വാർത്ത ചിലപ്പോ സായാഹ്ന പത്രത്തിലോ മധ്യാഹ്ന പത്രത്തിലോ മാറിയും വന്നേക്കാം. അതുകൊണ്ട് എല്ലാ പത്രവും വായിച്ചാലേ യഥാർത്ഥ സത്യം അറിയാൻ പറ്റൂ. നിങ്ങൾ ഇന്ന് ഉച്ചക്കാലത്തെ TV വാർത്ത കണ്ടിരുന്നോ? നിങ്ങൾ സംശയിക്കുന്ന ആ സ്ത്രീ ഒരു കോഴിക്കോട്ടുകാരിയായിരുന്നു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അല്ലാതെ എന്റെ ഈ പാവപ്പെട്ട പെങ്ങളല്ല. ലീലാമേ, ഇവർക്കൊക്കെ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുക. വേണ്ട ചേച്ചി, ഞങ്ങൾക്കൊന്നും വേണ്ട. ഏയ്, അത് പറ്റില്ല. ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടേ ഞാൻ വിടുള്ളൂ. മാഡത്തിന് അതൊരു ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്? സത്യത്തിൽ ഞങ്ങൾ മാഡത്തിനെ ഇൻസൾട്ട് ചെയ്യായിരുന്നില്ല. അതെനിക്ക് മനസ്സിലായി. എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും സംശയിച്ചു പോയനെ. നിങ്ങൾ ഇരിക്കും, ഞാനിപ്പോ വരാം. വനിതാവേദിക്കാർക്ക് എന്നെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കാമായിരുന്നു. ചാക്കോ സാർ ക്ഷമിക്കണം. ആ ബാലപ്പനും മണിയനും കൂടി പത്രം കാണിച്ച് ലീലമ്മ മാഡമാണ് പ്രതിയെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ സംശയിച്ചു പോയതാ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആർക്കാണെങ്കിലും സംശയം തോന്നിയേക്കാം. ഒരു സ്ത്രീ ദുബായിൽ ഇവിടെ വരികയും ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുകയും ഇങ്ങനെ ഒരു പത്രവാർത്തയും കൂടി ആകുമ്പോൾ സംശയം സ്വാഭാവികം മാത്രം. ഏതായാലും തെറ്റിദ്ധാരണകളെല്ലാം മാറി സ്ഥിതിക്ക് വനിതാവേദിയോട് എനിക്ക് കാര്യം പറയാനുണ്ട്. നമുക്ക് ഈ കോളനിയിൽ ഒരു സെക്യൂരിറ്റിയെ നിയമിക്കണം. അത് നിങ്ങൾക്കും ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്റെ പെങ്ങൾ ലീലാമയ്ക്കും എപ്പോഴും ഒരു സംരക്ഷണമായിരിക്കും. വളരെ ശരിയാ സാറേ. ഒന്നാമത് കള്ളന്മാരുടെ ശല്യം കൂടിക്കൂടി വരിക. കഴിഞ്ഞ ദിവസം നമ്മുടെ വിശാലം ചേച്ചിയുടെ വീട്ടില് ആരോ കേറാൻ ശ്രമിച്ചെന്നൊരു ന്യൂസ് കേട്ടു. ഈ കള്ളന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക സാറേ. യു അയ്യോ, ഇതാരും ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിരിക്കണേ? ഈശ്വര, വല്ല കള്ളന്മാരും ആയിരിക്കോ? അയ്യോ, എന്റെ ആഭരണങ്ങള്! അയ്യോ,
ദേ ഇച്ചായ, എന്റെ മുറിയിൽ 2 കള്ളന്മാര് മൂടിപ്പോച്ച് കിടന്നുറങ്ങുന്നു. കള്ളന്മാര് മൂടിപ്പൊതിച്ചെടുത്ത് ഉറങ്ങുന്നോ? അയ്യോ ഇച്ചായ, ഒന്ന് പതുക്കെ. അവരുണരുന്നതിന് മുമ്പ് നമുക്ക് അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. വരൂ, വാ വാ വാ. കർത്താവേ, ഈ വീട്ടിലാണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ അവരെ എങ്ങനെയാ കൈകാര്യം ചെയ്തേ? എനിക്കാണെങ്കിൽ പണ്ടേ കള്ളന്മാരെ പേടിയാ. ഓ, ഇച്ചായ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ആഹാ, മാർഗേ മാർഗേ, നീ പോയി നല്ലൊരു പണിയെടുത്തോണ്ട് വാ. നിങ്ങളെ കൊണ്ട് പറഞ്ഞത് ഇത് ആണുങ്ങളെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ നോക്കോളാം. പൊക്കോ. എന്റെ കർത്താവേ, വടിയും കൊണ്ട് അവമാനെടുത്തെങ്ങാനും ചെന്ന ഒളിച്ചു വെച്ചിരിക്കുന്ന കത്തിയെടുത്ത് വയറ്റിലോട്ട് ചാമ്പി തന്നാ എന്ത് ചെയ്യും? യുവമാരെ എങ്ങനെയെങ്കിലും അനുനയത്തിൽ കൈകാര്യം ചെയ്യാം. നീ ആയിരുന്നു ഇച്ചായൻ അവരെ ശൂശു ഒന്ന് വിളിച്ച് ഉണത്താൻ നോക്കുന്നത്. ഈ കമ്പോട്ട് നല്ല അടി കൊടുക്ക്. അടിക്കാങ്ങോട്ട്, വേഗം അടിക്കാൻ. എന്റെ പേര് വിളിക്കുന്ന കള്ളന്മാരോ? എന്റെ സ്വന്തത്തിൽ ആരും കള്ളന്മാരില്ലല്ലോ. ആരാണ് അത്? ഒന്നും ചെയ്യല്ലേ, മണിയനോ? മണിയൻ തന്നെ. അയ്യോ അയ്യോ, ഇത് ഞാനാ എല്ലാത്തിനും കൂടെ ചെയ്ത ബാലപ്പനാണ്. ബാലപ്പ, എടാ അല്ല, നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് വന്നു? ക്ഷമിക്കണം മാഡം, രാവിലെ പത്രത്തില് ദുബായിന്ന് കോടികളായിട്ട് മുങ്ങിയൊരു യുവതിയെ കുറിച്ച് വായിച്ചപ്പോ ഞങ്ങൾക്ക് മാഡത്തിന് സംശയം തോന്നി. അങ്ങനെ മാഡത്തിനെ നിരീക്ഷിക്കാൻ വേണ്ടി ഇതിനകത്ത് കയറിയതാണ്. പക്ഷെ ഉറങ്ങിപ്പോയേ. ഇച്ചായനല്ലേ പറഞ്ഞത് ഇവര് പാവങ്ങളാണ്, ഇവരെ ഞാൻ തല്ലിയ തെറ്റായി പോയെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? പെങ്ങളെ, നമ്മുടെ പിള്ളേരല്ലേ, തൽക്കാലം പൊക്കോട്ടെ. അതെ അതെ. എടാ, ഇതാരാന്ന് മനസ്സിലായോ? എന്റെ ഒരേ ഒരു പെങ്ങൾ ലീലാമ്മ. അയ്യോ, ഈ ദുബായിന്ന് വരുമെന്ന് പറഞ്ഞ ലീല മാഡം. അതേടാ. ഒരു വാക്ക് സാറ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെല്ലാം അപകടങ്ങൾ ഒഴിവാക്കായിരുന്നു. ക്ഷമിക്കണം. അല്ലല്ല, കിട്ടേണ്ടത് കിട്ടിയാലേ പഠിക്കേണ്ടത് പഠിക്കൂ. മനസ്സിലായോടാ? മനസ്സിലായി. ആ. വാ, ഇറങ്ങാം. മണിയൻ, മണിയാ മണിയാ മണിയാ, അവിടെ നില്ല്. ആരെ? നില്ലവിടെ. വാ, ബാക്കിലോട്ട് വാ. മണിയാ? ഞാനാടേ. അണ്ണ ബാലപ്പണ്ണ, നിങ്ങൾ എന്തോ സെറ്റപ്പ് നീ അകത്തോട്ട് എവിടെ? അതൊക്കെ പറയാം. എവിടെ പോണെന്ന് പറ. ഒരു സ്ഥലം വരെ പോണ, നീ കേറ്. യാതൊരു സ്ഥലം പറ. എന്തായാലും കൊല്ലാനല്ല, നീ കേറ്. പറഞ്ഞാ എന്ത് അതൊക്കെ കുഴപ്പം? പറയാം, നീ കേറ്. ആ, പോട്ട്, വണ്ടി പോട്ട്. ബാലപ്പണ്ണ എവിടെ പോണത്? പറയാം, നീ സമാനപ്പെട്ടിരി. ഓ, ഭയങ്കര സെറ്റപ്പ് ആണല്ലോ നിങ്ങള്. സെറ്റപ്പിനൊന്നും കുറവില്ല, അവിടെ ചെല്ലുമ്പോ അറിയാം. നിങ്ങൾക്ക് എത്തണ ഒരു വിഷമം? ഡേ മണിയാ, നീ ഒന്ന് മിണ്ടായിരി. അടിപൊളി തന്നെ നിങ്ങൾ. ഞാൻ വല്ല ബാലപ്പണ്ണ, നിങ്ങൾ എന്തിന് വണ്ടി ഇവിടെ നിർത്തിയത്? ഇവിടെ തന്നെ ഇതാരെ വീടെന്ന് അറിയാമോ? അതൊക്കെ മറ്റേ ലീലാമ്മയുടെ.
നിങ്ങൾ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നാണല്ലേ? മണിയാ? ആഹാ. മണിയാ, ഞാൻ പറയുന്നത് കേക്ക് നീ. എന്നെ പിടിക്കരുത്, എന്നോട് പ്രതികാരം ചെയ്യാനുള്ള ഞാൻ പരിപാടികളല്ലേ? പറയട്ടെ, പോവാ. മണിയാ. ദേ മണിയാ. ദാ. ദേ മണിയാ. ഇവനിത് എവിടെ ഓടിപ്പോകുന്നത്? എടാ, ഞാൻ പറയുന്നത് കേക്കടാ. ഛെ. ശ്ശോ. പോവാ അല്ല. എന്നെ ഒന്ന് കയറ്റുമോ? ഇല്ലേ, ഇവിടെ തുറന്നാൽ തുറക്കും. ഏയ് ബാലപ്പാ, ആ എന്താ അവിടെ തന്നെ നിക്കണേ? ഇങ്ങോട്ട് വാ.